എൻ്റെ അർഹതപ്പെട്ട പണം എനിക്ക് ജീവിക്കാൻ വേണം. അത് നരേന്ദ്രമോദി എങ്ങനെയായാലും ഇത് എനിക്ക് സാധിച്ചു തന്നേ പറ്റൂ. ഞാൻ അത്രയും കഷ്ടത്തിൽ അവിടെ ജീവിക്കണം. ഇവര് വന്ന് ഈ ആംബുലൻസ് ഇറക്കി നിർത്തി അതിൽ നിന്ന് ഒരു പെട്ടി ഇങ്ങനെ ഇറക്കി എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഈ പെട്ടി ഇറക്കി വെച്ച് തന്നു. അപ്പോഴാണ് എൻ്റെ മോളെ 3-ാം ദിവസം ഞാൻ കാണണത്. സത്യം പറഞ്ഞ ഇവരടക്കം കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ ഒന്നും ചെയ്യരുത്, ഇപ്പം എല്ലാ സൗകര്യമുള്ള കാലമല്ലേ, നിങ്ങൾ അതുകൊണ്ട് ഇന്നൊരു രാത്രി നിങ്ങൾ നേരം വെളുക്കുന്നവരെ നിങ്ങൾ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയണത് കേൾക്കാതെയാണ് ഇവർ കൊണ്ടുപോയി പച്ച പാതിരയ്ക്ക് ഇവർ ഒരു കന്നാത്തിൽ എന്തോ സാധനം കൊണ്ടുപോയി പറയണ ഒരു മിന്നാട്ട് എനിക്ക് കൊച്ചിനെ കാണിച്ചു തരാൻ വെച്ചു. പിന്നെ അന്ന് ജയറാമും സുരേഷ് ഗോപിയും കാണാൻ വന്നു. സുരേഷ് ഗോപി എനിക്ക് പൈസ തന്നൂല്ലെന്നൊന്നും എനിക്കറിയില്ല. ഒരു കമ്പിളി ഉണ്ടെന്ന് എന്നെ പുറപ്പിച്ചിട്ട് ഇനി എന്നെ കാണാൻ വരുമെന്നാണ് പറഞ്ഞത്. അപ്പം ജയറാമും സംവിധായകന്മാരും കൂടി വന്നവർ എനിക്ക് 2 ലക്ഷത്തിൻ്റെ ചെക്ക് തന്നു. അങ്ങനെയാണ് ഈ 2 ലക്ഷത്തിൻ്റെ ചെക്കും സാറ് സൂക്ഷിച്ചോ. അപ്പം സാറ് ചോദിച്ചത് ഇപ്പം ചേച്ചിക്ക് കാശിൻ്റെ ആവശ്യമില്ലല്ലോ. ഞാൻ പറഞ്ഞു, സാറേ ഇപ്പം തന്നെ എനിക്ക് പകുതി പ്രായമായി, അപ്പം ഇനി എനിക്ക് ഒന്നും മേടിച്ച് കഴിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ പൈസ തരാനാണോ ഉദ്ദേശിക്കുന്നത്, അതോ നിങ്ങൾ വേറെ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളിപ്പോൾ ഇവിടെ മറൈൻ ഡ്രൈവിൽ വേറൊരു ആവശ്യത്തിന് വന്നപ്പോൾ പെട്ടെന്നൊരാളെ കണ്ടു. നമ്മുടെ പെരുമ്പാവൂർ ഒരു വലിയ നമ്മളെല്ലാവരും വിഷമത്തിലാക്കിയ ജിഷ കേസിലെ അമ്മയാണ്, ജിഷയുടെ അമ്മയാണ് രാജേശ്വരി അമ്മ. രാജേശ്വരി അമ്മ നമസ്കാരം. ഒരുപാട് പൈസ കയ്യിൽ വന്നെന്ന് ആളുകൾ പറയപ്പെടുന്നത്, അതിൽ അനാവശ്യമായിട്ടായിരിക്കും കുറേ പ്രചരണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഭയങ്കരമായിട്ട് ജിഷയുടെ അമ്മ അത് ദൂരത്തായിട്ട് കുറെ പൈസ കൊണ്ട് കളഞ്ഞു എന്നുള്ള രീതിയിലാണ് ആരോപണങ്ങൾ വരുന്നത്. എന്റെ കൊച്ചു മരിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ പുറത്തിറങ്ങി കാശ് മേടിക്കണേ? അതെ, പൊതുജനങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ സർക്കാർ അയച്ചു തന്ന അല്ല ജനങ്ങൾ എനിക്കായിട്ട് തന്ന പണം ഞാൻ മേടിക്കണ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു എത്രയോ കോടി രൂപ വന്നു അങ്ങനെയൊക്കെ. കളക്ടർ എന്ന് പറഞ്ഞാൽ അന്ന് ആരൊക്കെയാണ് കാശ് പിരിച്ചെന്നുള്ളത് എനിക്കറിയില്ല. നമ്മുടെ കയ്യിൽ ഇത് എന്റെ കയ്യിൽ എന്ന് പറഞ്ഞാൽ ആ കാശ് പിരിക്കുമ്പോൾ എന്റെ കൊച്ചു മരിച്ചു കിടക്കണ എന്റെ BA MA LLB വരും പഠിപ്പിച്ചു കൊണ്ടുവന്ന് ഇത്രയും നല്ല കണ്ണിലുണ്ണിയെ പോലെ ഒരു മോളെ ഞാൻ വളർത്തിക്കൊണ്ട് വന്നിട്ട് ആ കൊച്ചു നഷ്ടപ്പെട്ടപ്പോ എനിക്ക് ആ കൊച്ചിന്റെ വേദനയാണ് എനിക്ക്. പണത്തിനോടുള്ള ഇതിലേക്ക് എനിക്ക് ചായാനുള്ള സമയമല്ല. പറ്റാത്തൊരു കാര്യമാണത്. എനിക്ക് ഒട്ടും പറ്റില്ല. തീർച്ചയായും എന്റെ കാര്യം ഞാൻ പറയണേ. എനിക്ക് പൈസയുടെ പുറത്ത് പോകാനോ ഇതിനൊന്നും എനിക്ക് നേരമില്ല. എന്റെ കൊച്ചാണ് എനിക്ക് അന്ന് വലുത്. അപ്പൊ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ് അവര് സൂക്ഷിക്കും എന്നാണ് എന്റെ ധാരണ. അപ്പൊ കളക്ടർ അന്ന് എന്റെ മോള് മരിച്ച സമയത്ത് തന്നെയാണ് കളക്ടറിന് സ്ഥലം മാറ്റം ഉണ്ടായത്. അതിനു മുമ്പൊന്നും സാറിന് സ്ഥലം മാറ്റം ഉണ്ടായില്ല. കൊച്ചു മരിക്കുന്ന സമയം സാറിന് സ്ഥലം മാറ്റം വന്നു. അപ്പൊ ആ സമയത്ത് തന്നെയാണ് ഈ കാശ് പിരിച്ചേക്കണത്, മോള് മരിച്ച സമയത്ത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം തന്നെ ആലുവ SP ഓഫീസിലേക്ക് അന്ന് മോളുടെ കേസ് നടത്താനായിട്ട് സർക്കാർ ആദ്യത്തെ ഉദ്യോഗസ്ഥന്മാർ വന്നപ്പോൾ കേസ് അന്വേഷണം ശരിയല്ല എന്ന് പറഞ്ഞു. രണ്ടാമത് വേറെ ഉദ്യോഗസ്ഥന്മാരെ ഇട്ട് അതിലുള്ള SI സാറാണ് എന്നെ ആലുവ SP ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞ് വിളിച്ചത്. അത് എന്ന് പറഞ്ഞാൽ എന്നെ വീട്ടിൽ നിന്നും കൊച്ചു മിണ്ടാണ്ടായി അനക്കൂല. രാത്രി അന്ന് ആ സംഭവം നടന്നപ്പോൾ സാറുമാര് അവിടുത്തെ മെമ്പറും കൂടിയാണല്ലോ എന്നെ ആശുപത്രി കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കിയത്. അപ്പൊ അമ്മ അന്ന് ഇപ്പൊ ജിഷയ്ക്ക് പറ്റിയ ഒരു അപകടം സംഭവിച്ച അന്ന് അമ്മ എവിടെയായിരുന്നു? മോള് പറഞ്ഞിട്ട് വീട് പണിയാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ തറയൊക്കെ പണിതു. തറയിൽ മണ്ണിടാൻ കാശൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനും മോളും കൂടെ അതൊക്കെ നടത്തും. അപ്പൊ കാശില്ലാത്തതെന്ന് പറഞ്ഞാൽ ഓരോ കിടുവിന് നമുക്ക് സർക്കാർ വീട് പണിയാൻ കാശ് തരുള്ളൂ. അങ്ങനെ ഓരോ കിടുവിന് കാശ് തരുമ്പോഴും പ്രശ്നമില്ല, കിട്ടണത് അത്രയും പല തുള്ളി പെരുവെള്ളം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ ആ കാശ് സർക്കാർ അന്ന് വീടൊക്കെ പണിയുമ്പോഴും ഇപ്പോഴും ശരിയാണ്, വീട് പണിയാൻ സർക്കാർ കൊടുക്കുമ്പോൾ ആ കാശ് തികയില്ല നമുക്ക് വീട് പണിയാൻ. അപ്പൊ അതുകൊണ്ട് കൊച്ചു പറഞ്ഞ അമ്മ എവിടെന്നെങ്കിലും പോയി കുറച്ച് കാശ് കടോ വിലയൊക്കെ മേടിച്ചു കൊണ്ടുവന്നിട്ട് നമുക്ക് ഈ ഒരു മുറിയെങ്കിലും പണിത് വിടുന്ന എത്രയും വേഗം മാറി താമസിക്കാം. അതെന്താന്ന് വെച്ചാൽ എന്നെ വണ്ടി ഇടിച്ചു. എന്നെയാണ് ആദ്യം കൊല്ലാൻ ചെയ്തത്. എന്നെയാണ് മണിപ്പൂറിന്റെ വീടിന്റെ അടുത്ത് മറിയമ്മയുടെ വീടിന്റെ അവിടെ നിന്നാണ് ആ വണ്ടി കൊണ്ടുവന്നത്. ഇത് ആരാണ് ഇത്രയധികം ശത്രുക്കൾ നാട്ടിൽ? അത് എനിക്ക് കൂടുതലും വന്നക്കണം മറിയമ്മയുടെ ഭാഗത്തുനിന്നും ഒരു കുട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അവരെയൊക്കെ ഭാഗത്തുനിന്നും ഒരു കൃഷ്ണൻകുട്ടി, ലീല, ഇവരുടെ ഭാഗത്തുനിന്നൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഇങ്ങനെ ഞാൻ എന്താന്ന് വെച്ചാൽ കൊച്ചു പറഞ്ഞിട്ട് അമ്മ എവിടെന്നെങ്കിലും പോയിച്ചിട്ട് കാശ് കടാണെങ്കിൽ മേടിക്കും. അതിന് 2 ദിവസം മുമ്പ് 3 ആഴ്ചക്ക് മുമ്പ് CPM പാർട്ടി ഓഫീസിൽ ഞാൻ ഒരു അപേക്ഷ വെച്ചിരുന്നു.
എന്നുവെച്ചാൽ അവരാരെങ്കിലും ഒരു ഒപ്പിട്ട് തരികയാണെങ്കിൽ ഈ അപേക്ഷ കൊണ്ട് പോയ എത്രയോ ആളുകൾ പാവപ്പെട്ടവർക്ക് വീട് വീടിന്റെ ആവശ്യത്തിന് വേണ്ടി പോയി വരണം. ഒരു സ്ഥലത്തല്ല, ഒരുപാട് സ്ഥലങ്ങളില് ഞാൻ പോയിരുന്നു. അന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ലാസ്റ്റ് ഒരു വീട്ടിൽ കയറിയായിരുന്നു. ആ ചേച്ചി എന്തോ സുഖമില്ലാത്ത ചേച്ചിയാണ്. അപ്പം എന്നോട് ചോദിച്ചു പിള്ളേർ എന്ത് ചെയ്യണു ഏതൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു ചേച്ചിയുടെ വീട്ടിൽ ചെറുപ്പത്തിൽ തന്നെ പണിയൊക്കെ എടുപ്പിച്ചിട്ടുണ്ട്. അപ്പം ചേച്ചിക്ക് അറിയാഞ്ഞിട്ടാ ഒരു സഹായം, ഒരു വീട് പണിയാൻ കട്ടിലെ എന്തെങ്കിലും ഒരു കല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായം വീട് പണിത് മാറാനാന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി പറഞ്ഞു നിന്റെ വേഷമൊക്കെ ഉള്ളില്ല. അപ്പൊ ഞാൻ പഴയ സാരിയൊക്കെ അതൊക്കെ. അപ്പൊ ചേച്ചി പറഞ്ഞു ഒരു കാര്യം ചേച്ചി ജിഷേനെ എനിക്ക് ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ ഒന്ന് വിട്ടു തരുമോ, ഞാൻ വണ്ടി ഓടിക്കാനൊക്കെ പഠിപ്പിക്കാം എന്നൊക്കെ. അപ്പൊ എൻ്റെ കയ്യിൽ ജിഷ ഒരു നമ്പർ തന്നിട്ടുണ്ടായിരുന്നു, ഫോൺ നമ്പർ. അപ്പൊ ആ ഫോൺ നമ്പർ എത്രയെങ്കിലും വയ്യാണ്ടായ അമ്മ എന്നെ അറിയിക്കണം. അപ്പൊ ഈ ചേച്ചി നമ്പർ ചോദിച്ചോളൂ. ഈ നമ്പർ ചോദിക്കുമ്പോൾ നേരെ ഒരു മുസ്ലിം പള്ളിയുണ്ട്, നേരെ ഒരു മുസ്ലിം പള്ളിയുണ്ട്. അപ്പൊ ആ പള്ളിയിൽ നിന്ന് ഈ ചേച്ചിക്ക് ഈ നമ്പർ കൊടുത്ത് ആദ്യത്തെ ഫോൺ കോളിന്, അന്ന് കൊച്ചു മരിക്കണേ അന്ന്, ആദ്യത്തെ ഫോൺ കോളിന് ഈ പള്ളിയിലും മഗ്‌രിബിന്റെ വാങ്കുവിളി ആദ്യം കേട്ടു. അപ്പൊ ഈ ചേച്ചി അപ്പൊ തന്നെ ഫോൺ വിളിക്കുകയും ചെയ്തു. വിളിച്ചു കഴിഞ്ഞപ്പോ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, ഫോൺ എടുക്കല്ല കൊച്ച്. അമ്മ അവിടെ ഉണ്ടപ്പോ വിളിക്കുമ്പോ ഞാൻ ആ ചേച്ചിനെ കൊണ്ട് വിളിപ്പിക്കുകയാണ് അവരെ വീട്ടിൽ നിന്ന്. അപ്പൊ ആദ്യത്തെ ഫോൺ വിളിക്കും, ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, കൊച്ചു ഫോൺ എടുക്കണില്ല. വീട്ടിൽ നിന്ന് പോന്നപ്പോ ഞാൻ പറഞ്ഞു കുറെ അലക്കാനൊക്കെ ഉണ്ട്, 2-3 ദിവസം ഞങ്ങൾക്ക് അലക്കാണ്ടായിട്ട്. കനാലിൽ വെള്ളം വരാണ്ട് മോള് ദൂരെ ഒന്നും പോകണ്ട. എന്നെ വണ്ടി ഇടിച്ചപ്പോ തുടങ്ങി കൊച്ചിന് എനിക്ക് ഉള്ളിൽ ഒരു ചെറിയ പേടിയുണ്ട്. അപ്പൊ കൊച്ചു ആദ്യത്തെ ഫോണില് വിളിക്കുമ്പോൾ പള്ളിയിൽ വാങ്ങും. ഒരു 6:15 ആ വാങ്കുവിളി മുസ്ലിമിന്റെ വൈകുന്നേരം. അത് കഴിഞ്ഞപ്പോ എനിക്ക് വിഷമം തോന്നിയപ്പോ ഒന്നോടെ വിളിക്കുകയും ചെയ്യുന്നു. സാധാരണ ഞാൻ വിളിക്കുമ്പോൾ തന്നെ കൊച്ചു വിളിക്കുന്നതാണ്. അല്ല ഈ ബാങ്ക് കേൾക്കുന്നതാണ് ഫോൺ എടുത്തിട്ടുണ്ടോ? ഫോൺ ചേച്ചി വിളിച്ചോണ്ട് ഇല്ല, എടുത്തില്ല. അപ്പൊ എങ്ങനെ ബാങ്ക് കേട്ടെ? ബാങ്ക് പള്ളിയിൽ നിന്ന് നമ്മൾ നിൽക്കുന്ന വീടിന്റെ പരിസരത്തല്ല, നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ബാങ്ക് കേൾക്കുന്നുണ്ട്. വൈകുന്നേരം സമയങ്ങളിൽ ആ ചേച്ചിയുടെ വീടിന്റെ തൊട്ടടുത്തായി പള്ളി. അപ്പൊ അത് കഴിഞ്ഞ് രണ്ടാമതൊന്ന് വിളിക്കാൻ പറഞ്ഞ രണ്ടാമത് വിളിച്ചപ്പോഴും ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, കുട്ടി എടുക്കണില്ല. അപ്പൊ എനിക്ക് വിഷമം തോന്നിയപ്പോ ചേച്ചിക്ക് മനസ്സിലായി, എനിക്ക് നല്ല ടെൻഷൻ തോന്നി. നീ വിഷമിക്കണ്ടെന്ന് ഈ ചേച്ചി സമാധാനത്തിൽ പറഞ്ഞു. പേടിക്കുന്ന കൊച്ചു വീട്ടിൽ നീ പേടിക്കണ്ടാവോളോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ഒന്നോടെ വിളിക്കുന്ന ഞാൻ ചേച്ചിയോടോ. അങ്ങനെ 3 പ്രാവശ്യം വിളിച്ചു. ഈ 3 പ്രാവശ്യം വിളിച്ചപ്പോഴും ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, ഫോൺ എടുക്കുന്നില്ല. സാധാരണ കൊച്ചവിടെ ഉണ്ടെങ്കിൽ കൊച്ചു ഫോൺ എടുക്കും. അപ്പൊ കൊച്ചിന് പകലിനും രാത്രിക്കും, രാത്രിയല്ല പകലിനിടയ്ക്ക് ഏതോ ഒരു സമയത്താണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ കുറെ സ്ഥലങ്ങളിൽ പോയി വന്നായിരുന്നു. അന്ന് രാത്രി 8 മണിയെ. ആ 8 മണിക്ക് ഞാൻ വീട്ടിൽ വരിക. ഇതുപോലെ ചുറ്റും വീടുകളുണ്ട് എന്റെ വീടിന്റെ അടുത്ത്, ചുറ്റും വീടുണ്ട്. എന്റെ വീട് ഇങ്ങനെ ഒരു സൈഡിൽ തന്നെയാ. അപ്പൊ ഈ ഇത്രയും വലിയൊരു കൊച്ചു ഇവിടെ കിടന്ന് കരയുണ്ടെങ്കിൽ ഇത്രയും വലിയ അയൽക്കത്തുള്ള അയൽക്കാർക്ക് എല്ലാവർക്കും കേൾക്കാം. എല്ലാ മനുഷ്യർക്കും കേൾക്കാൻ പറ്റും. എന്നാ വെച്ചാൽ ചെറിയ കൊച്ചല്ലല്ല, ചെറിയ കൊച്ചു കരഞ്ഞാൽ പോലും കേൾക്കും. ഇത്ര അടപ്പൂട്ടിയോളം വീടുള്ള വീട്ടില് ഇത്ര അയൽക്കത്തുനിന്ന് ഒരു വീട്ടിലെ കൊച്ചിന്റെ ഇത്രയും വലിയൊരു കൊച്ചിന്റെ കരച്ചിൽ കേട്ടില്ല, ഇങ്ങനൊരു കൊച്ചിന് സംഭവം പറ്റിയത് അറിഞ്ഞില്ല എന്ന് പറയുമ്പോ നിങ്ങളൊന്ന് ആലോചിക്കും, ഇത് പൊട്ടന്മാരാണോ നമ്മള്? പിന്നെ ഞാൻ അവിടെ ചെല്ലുമ്പോ വീടിന്റെ ഇച്ചിരി അങ്ങോട്ട് നീങ്ങി പാലത്തിന്റെ അവിടെ നിന്ന് കയറുമ്പോ എല്ലാ വീട്ടിലും ഇതുപോലെ നല്ല ലൈറ്റ് ഉണ്ട്. എന്റെ വീട്ടിലെ ലൈറ്റ് ഓഫാ. എന്റെ വീട്ടിലെ വെട്ടം ഓഫാക്കിയിട്ടേക്കാം. കറണ്ട് മിറ്റത്തും അകത്തും എല്ലായിടത്തും ബൾബുണ്ട്, വെട്ടമുണ്ട്, വെളിച്ചമുണ്ട്. അതെല്ലാം വീട്ടിൽ വെട്ടമില്ല, കൂനി ഇരുട്ടായിരുന്നു ഞാൻ ചെല്ലുമ്പോ എന്റെ വീട്. അപ്പൊ ഞാൻ ഒരു വിളി വിളിച്ച ഓടി വന്നിട്ട് മോനെ ജിഷമോനെ എന്നും പറഞ്ഞ് വിളിച്ച കൊച്ചു ഓടി വന്ന് എന്റെ കയ്യിൽ നിന്ന് പൊതി മേടിച്ചുകൊണ്ടോണ കൊച്ചാണ്. അപ്പൊ വെളിച്ചം കറണ്ട് മനഃപൂർവ്വം പോകും എന്തെങ്കിലും ചെയ്ത ചട്ടിവിളക്കിൽ എണ്ണ ഒഴിച്ച് വെട്ടം കാണാറുണ്ട്. അപ്പൊ കഥവിന് ഇച്ചിരി വെടവുള്ളതുകൊണ്ട് അതിൽ നോക്കിയ കൊച്ചുണ്ടെങ്കിലും വെട്ടം കാണുന്നുണ്ടെങ്കിലും കത്തിച്ചിരിക്കുന്നെങ്കിലും കാണാം. അതിക്കൊന്നും നോക്കിയിട്ട് ഒന്നും കാണില്ല, കൂനി ഇരുട്ടാ മുറി. കൊച്ചെ മോളെ മോളേന്ന് വിളിച്ചിട്ടും കൊച്ചു വന്നുമില്ല, മിണ്ടനുമില്ല, അനക്കവുമില്ല. ഇതാണ് ആദ്യം ഞാൻ ചെന്നപ്പോ ഉണ്ടായ ഞാൻ ചെന്നിട്ട് ഉണ്ടാക്കിയ ഒരു സംഭവം. ഇല്ല, വാതിൽ തുറന്നല്ല, വാതിൽ അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഒരു കാരണവശാലും വീടിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയിട്ടില്ല. ഞാൻ വീടിന് പുറത്ത് മുറ്റത്ത് നിൽക്കുക, കൈ കൊണ്ടുവന്ന പൊതിയും എല്ലാ സാധനങ്ങളും കയ്യിൽ ഇരിച്ചിട്ടുണ്ട്. കൊച്ചിനെ ഈ വിളിയാണ് തട്ടി. ഒരു വിളിയോ 2 വിളിയോ 3 വിളിയോ ഒന്നുമില്ല, ഒരുപാട് വിളി പൊട്ടി അടച്ച് വിളിച്ചിട്ട് പോലും കൊച്ചു വാതിലും ഉറക്കണില്ല. അങ്ങനെ വന്നപ്പോ എന്റെ ഈ കരച്ചിലും മേളൊക്കെ അയലക്കത്ത് കണ്ട് ആരും പുറത്തേക്ക് വരുന്നില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എന്നെ വണ്ടി ഇടിച്ച വീടിന്റെ അടുത്തുള്ള വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു മോനെ 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 എന്ന് വിളിച്ചിട്ട് അവരും വന്നില്ല. അവിടെ വെച്ചാണ് എന്നെ ആക്സിഡന്റ് ഉണ്ടാക്കി. അന്ന് അവര് വാതിൽ അടച്ചവരാണ്. അപ്പൊ ഞാൻ കുറെ വിളിച്ചിട്ട് ഇവര് മിണ്ടലും ഇല്ല, അനക്കവും ഇല്ലാണ്ടായിപ്പോ പിന്നെ ഞാൻ ഗേറ്റിലിട്ട് കുലുക്കലും ഇടിയും തുടങ്ങി. അപ്പോഴാണ് അയാൾ എന്തേ ചേച്ചിന്ന് ചോദിച്ചു, ഒരു പൊട്ടം കടിച്ചോന്ന് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് എന്റെ അടുത്തേക്ക് വരുന്നത്. എന്തേ ചേച്ചിന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ല, കൊച്ചു വിളിച്ചിട്ട് മിണ്ടണില്ല, എന്താ മോനെ ഒന്ന് നോക്കിയ മോനെ എന്ന് പറഞ്ഞപ്പോഴാണ് ഇയാൾ പറഞ്ഞു വാ ചേച്ചി ഞാൻ ഫോൺ ചെയ്യാം പോലീസ് സ്റ്റേഷനിലേക്ക് എന്ന് പറഞ്ഞു.
അപ്പൊ ചേച്ചി ഒന്നോടെ വിളിക്കുന്നു പറഞ്ഞു ഇവര് എന്നെ അഭിനയിച്ച് ഇവര്. ഞാൻ അപ്പൊ ഇനി അത് വേണ്ട പോരല്ലോ എന്ന് ഓർത്ത് ഞാൻ പിന്നെ അയാളുടെ മുമ്പിൽ വെച്ച് ജിഷമോനെ വാതിൽ ഓർക്കുന്നു പറഞ്ഞ് കുറെ നേരം വാതിൽ തട്ടിമുട്ടി വിളിക്കുന്നുണ്ട്. പക്ഷെ കൊച്ചു മിണ്ടണൂല, വാതിൽ തുറക്കണൂല, അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുക. എനിക്കാണെങ്കിൽ അകത്ത് കയറി കൊച്ചിനെ കാണാനും പറ്റില്ല. അടക്കളപ്പുറത്തോടെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ സൈഡിൽ നിറച്ചും ചെടികളൊക്കെ കാട് ഇരുട്ടൊക്കെയാ. അതുകൊണ്ടാണ് ഞാൻ അങ്ങടിക്ക് പോകാതെ ഇരുന്നത്. അപ്പൊ ഈ കൊച്ചു വിളിച്ചിട്ട് മിണ്ടാണ്ട് ഇപ്പൊ ഇങ്ങനെ ഈ ആളെ ഈ അയലക്കത്തെ വീട്ടിൽ നിന്ന് ആളെ വിളിച്ചു നിന്ന് ആള് പറഞ്ഞു പോലീസിനെ വിളിക്കാന്ന് പറഞ്ഞു. കുറെ നേരം കഴിഞ്ഞ് ഞാൻ 8 മണിക്ക് വന്നു. കുറെ നേരം കഴിഞ്ഞ് ഏതാണ്ട് ഒരു 9 മണിയായിട്ടുണ്ടാവും പോലീസ് വന്നപ്പോ. അന്നേരം 1 വിളിക്ക് 2 വിളിക്കൊന്നും എളുപ്പമൊന്നും പോലീസ് എത്തിയില്ല എന്നുള്ളതാണ്. 9 മണിയായപ്പോഴത്തേക്കും പോലീസ് വന്നു. 9 മണിയായിട്ടുണ്ടാവും എന്റെ ഒരു ഉദ്ദേശം. അപ്പൊ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസ് എന്ത് ചേച്ചി കുഴപ്പമില്ല, കരയണ്ട, വിഷമിക്കണ്ട, സാറുമാര് വന്നിട്ട് ആദ്യം പറഞ്ഞത് അങ്ങനെയാ എന്നോട്. ആൾക്കാരൊക്കെ കൂടിയിരുന്നു. അപ്പൊ പോലീസ് ജീപ്പ് വന്നോടുകൂടി അതൊരാരും വന്നില്ല, ഇയാള് മാത്രമാണ് വന്നുള്ളൂ. ആ പോലീസ് ജീപ്പ് വന്നോടുകൂടിയാണ് ഈ ആളുകളെല്ലാം പിന്നീട് വന്ന് ഓടിക്കൂടിയത്. അപ്പൊ ഇവര് വന്നു കഴിഞ്ഞ് പോലീസുകാർ ആ സൈഡിൽ കൂടി കടന്ന് അടക്കളപ്പുറത്തൂടെ പോയി. അടക്കളപ്പുറത്തൂടെ അപ്പോഴും ഞാൻ ഫ്രണ്ടിൽ മുറ്റത്ത് നിൽക്കുക. എനിക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല. ഞാൻ അകത്തേക്ക് കയറിയിട്ടില്ല, എന്റെ വീടിന്റെ ഉള്ളിൽ കയറ്റിയിട്ടില്ല, കാരണം അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുക. അപ്പൊ ഞാൻ പെരുമ്പാവൂർ പോയി എന്നിട്ട് മുറ്റത്ത് തന്നെ നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കാണ് മോളെ കുട്ടി വിളിച്ചു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് സാറന്മാർ എന്താണ് കണ്ടതെന്നൊന്നും അറിയില്ല. അടക്കളപ്പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് തിരിച്ച് മെമ്പർ എവിടെയാ, ഇവിടുത്തെ മനുഷ്യനൊക്കെ എന്ത് മനുഷ്യനാന്ന് ചോദിച്ചു ഈ പോലീസുകാർ. ഈ മെമ്പറിന്റെ വീട്ടിൽ പോണെങ്കിൽ ഇവിടുന്ന് നമ്മുടെ ജെട്ടിയുടെ അവിടെ പോണ അത്രയും വഴി ദൂരമുണ്ട് എന്റെ വീട്ടിൽ നിന്ന് പോണെങ്കിൽ. അപ്പൊ ഈ മെമ്പർ വിളിച്ചോടുകൂടി ഈ പറയണ സമയം കൊണ്ട് മെമ്പർ പാഞ്ഞ് അവിടെ എത്തി. അപ്പൊ ആ മെമ്പർ അത്ര പിടിയുന്ന അവിടെ ഓടിയെത്തണമെങ്കിൽ ആ മെമ്പർ അവിടെ അടുത്ത് ഉണ്ടായിട്ടല്ലേ ആയിരിക്കാം. ഇത്രയും ജെട്ടിയുടെ ദൂരം വഴികളുണ്ട് മെമ്പറിന്റെ. അങ്ങനല്ല, അങ്ങനെ പറയാൻ പാടില്ല. കൊച്ചിന് കൊന്നേച്ചും ഒരു മനുഷ്യന് ഒരു ഇല നിലത്ത് വീണ അത്ര ശബ്ദം കേൾക്കാം. എല്ലാ ഇലക്കും നിശ്ചലായിരുന്നു ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ. ഒരു അനക്കമില്ല. ഒരു ടിവിയുടെ ശബ്ദമോ പാത്രത്തിന്റെ ശബ്ദമോ ഒരു മനുഷ്യന്റെ ശബ്ദമോ. ഒരു 8 മണിയാകുമ്പോ എന്തായാലും ആ സമയത്തൊന്നും ആരും കിടന്ന് ഉറങ്ങൂല. ഒന്നില്ലെങ്കിൽ ടിവിയുടെ ശബ്ദമോ എന്തെങ്കിലും കേൾക്കും. ഒരു ശബ്ദം പോലും പരിസരത്തൊന്നും എങ്ങുമില്ല. എല്ലാം സൈലന്റ് ആണ് എല്ലാവരും. അപ്പോഴും എനിക്ക് വലിയ വിഷമവും കരച്ചിലും, ഞാൻ കരഞ്ഞുകൊണ്ടൊക്കെ നിൽക്കാം. അപ്പൊ സാറുമാര് പറഞ്ഞു മെമ്പറെ വിളിച്ചുകൊണ്ടാൻ പറഞ്ഞു. മെമ്പർ പറഞ്ഞ സമയം കൊണ്ട് പാഞ്ഞവിടെ എത്തിയിട്ട് മെമ്പറെ പോലീസ് മാറ്റി നിർത്തിയിട്ട് എന്താ പറഞ്ഞതെന്നൊന്നും എനിക്ക് അറിയില്ല, അറിഞ്ഞിട്ടില്ല. അപ്പൊ എന്നോട് പറഞ്ഞു ചേച്ചി, ഇപ്പൊ മെമ്പർ എന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, പോലീസുകാർ പറഞ്ഞു വിട്ടിട്ടായിരിക്കും, മെമ്പർ എന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു ഒരു സ്ഥലം വരെ നമുക്ക് പോവാ ചേച്ചി എന്നും പറഞ്ഞ എന്റെ കൈ, ഞാൻ പറഞ്ഞു കൈ തട്ടി മാറ്റി. എന്നെ നിങ്ങൾ ഓരോടത്തേക്കും കൊണ്ടുപോകണ്ട, നിങ്ങൾ എങ്ങനെ കൊണ്ടുപോകാൻ പോണേ? എന്റെ കൊച്ചിനെ രാവിലെ വീട്ടിൽ നിന്ന് കണ്ടു. അന്ന് രാവിലെ വെള്ളമൊക്കെ കോരി എല്ലാ പണിയും കഴിച്ച് ഞാനിപ്പോൾ മോഡം ബ്രെഡും കഴിച്ച് ഞാനും മോളും കൂടെ ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് പിരിഞ്ഞതാ. പക്ഷെ ഈ എന്തുകൊണ്ട് ഇവര് എന്നെ ഈ രാത്രി എങ്ങോട്ടൊക്കെയാ കൊണ്ടുപോണേ? എന്നെ വിളിക്കുന്ന എന്തിനാ? അപ്പൊ സാറന്മാരും വാ ചേച്ചി നമുക്ക് സ്ഥലം വരെ പോവാന്നും പറഞ്ഞ് സാറന്മാരും വിളിക്കുക. അന്ന് എനിക്ക് ഷുഗർ ഉണ്ടെന്നുള്ള ഉറപ്പാ, വേറെ അസുഖങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇവർ ഇത്ര നിർബന്ധമായിട്ട് എന്നെ കയ്യെ പിടിച്ച് ഇവര് എന്നെ കൊണ്ടുപോകാൻ ഇവര് ധൃതി വിട്ടിരുന്നത് എന്തിനാ? പോലീസുകാർ അകത്ത് അടക്കളപ്പുറത്തൂടെ പോയിട്ട് വന്നിട്ടാണ് മെമ്പർ വിളിച്ചത്. ആൾക്കാർ നിറച്ച് തുടങ്ങി, അവിടെ ആളുകളൊക്കെ കൂടി തുടങ്ങി. ഒരു ജീപ്പ് പോലീസ് ജീപ്പൊക്കെ നിറച്ച് വന്നിട്ടുണ്ടോ? കൊച്ചൊന്നും അറിയില്ല. കൊച്ചെന്താ മിണ്ടാത്ത? എനിക്ക് കൊച്ചിനെ കാണണം, എന്റെ കൊച്ചിനെ കാണിച്ചു കട്ടെ. വീട് തുറക്കണം, എനിക്ക് വീടിനകത്തേക്ക് കയറണം, എന്റെ കൊച്ചിനെ കാണണം എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു നമുക്കൊരു സ്ഥലം വരെ പോകാ ചേച്ചി എന്നും പറഞ്ഞാണ് കൊച്ചിനെ കാണിച്ചു കട്ടെ എന്ന് പറഞ്ഞപ്പോ അങ്ങനെയാണ് അവർ അന്നേരം പറഞ്ഞത്. അപ്പൊ ചേച്ചി ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞു പോലീസുകാരൻ എന്നെ വിളിച്ചു കൊണ്ടുപോയി. ജീപ്പിൽ ഈ മെമ്പറും കൂടെ കൂടിയാണ് എന്റെ കയ്യെ പിടിച്ച് ജീപ്പിൽ കയറ്റിയാണ് ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കി. എനിക്ക് ഇത്രയ്ക്കല്ലേ അസുഖമില്ലാത്ത എന്നെ കൊണ്ടുവന്ന് അന്ന് ഗവൺമെന്റ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കുന്നതിന്റെ കാരണം എന്താ? ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കി ഒരു രാത്രി 9 മണി കഴിഞ്ഞിട്ടുണ്ടാവും. ആ സമയത്താണ് മൂത്ത മോള് ദീപ കരഞ്ഞുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക്. ഈ ദീപ കരഞ്ഞുകൊണ്ട് വന്നെങ്കിൽ ഒരു പന്തിയല്ലാത്ത കരച്ചിൽ പോലെയാണ്. അപ്പൊ എനിക്കും തോന്നി എന്താണ്, കൊച്ചും വേണ്ടിയിട്ടില്ല, കൊച്ചും മുമ്പോട്ട് വന്നിട്ടുമില്ല. ഈ ദീപ കരഞ്ഞുകൊണ്ട് വന്നിട്ട് ദീപ കരഞ്ഞു നിന്ന് അതിന്റെ പുറകെ ദീപയുടെ അച്ഛൻ കരഞ്ഞുകൊണ്ട് വന്നു. പിന്നെ ചേട്ടന്റെ വീട്ടിലുള്ള എല്ലാവരും കരഞ്ഞുകൊണ്ട് വന്നു. പിന്നെ എന്റെ വീട്ടിലുള്ള എല്ലാവരും കരഞ്ഞുകൊണ്ട് വന്നു. പോലീസുകാരൊക്കെ ഉണ്ടോ? പോലീസുകാർ എന്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും കരഞ്ഞ് ബഹളം വെച്ചുകൊണ്ട് എല്ലാവരും. ആരും പറയുന്നില്ല കുട്ടി മരിച്ചിട്ടുണ്ടെന്ന്. ശരി.
മോള് മരിച്ചു എന്നുള്ള കാര്യം പറയുന്നില്ല. അപ്പൊ ഞാൻ ദീപോട് വെച്ചു കൊച്ചൻ തേടി, കൊച്ചെ വിളിച്ചിട്ട് വീട്ടിൽ മുട്ടന്നിട്ട് തുറക്കുന്നില്ല വാതിൽ. കൊച്ചെന്ത് തേടി എന്ന് വെച്ചപ്പോൾ അമ്മ പേടിക്കണ്ട, വിഷമിക്കണ്ട, സാഞ്ച് ആശുപത്രിയിലുണ്ട്, അവൾക്ക് ഒരു കുഴപ്പമില്ല, സാഞ്ച് ആശുപത്രിയിലുണ്ട്, അവൾക്ക് ഒരു കുഴപ്പമില്ല, ഇപ്പൊ വരും ഇങ്ങനെ പറഞ്ഞ് 3 ദിവസം വരെ ഇത് തന്നെയായിരുന്നു എന്നോട് പറഞ്ഞില്ല. ഞാൻ ഈ 3 ദിവസവും കൊച്ചിനെ കാണാത്തോണ്ട് ഇങ്ങനെ കരഞ്ഞും ബഹളം വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടിരിക്കും ആശുപത്രിക്കകത്ത്. 3-ാം ദിവസം രാത്രി പച്ചപ്പാതിരയ്ക്ക് മനുഷ്യരെല്ലാവരും കിടന്നുറങ്ങി പട്ടപ്പാതിരയ്ക്ക് എന്റെ മൂത്ത മോളെ എന്നെ ഉറക്കത്തിൽ വന്ന് വിളിക്കുക ആശുപത്രിയിൽ വെച്ച്. അമ്മ നമുക്ക് ഒരിടം വരെ പോണോന്ന് പറഞ്ഞു. അപ്പൊ ഒരിടം വരെ പോണെന്ന് പറയുമ്പോ എങ്ങടെ അടി നീ എന്നെ കൊണ്ടുപോകണം ഈ രാത്രി, എന്താ കാര്യം, എന്താ ആവശ്യം, എങ്ങടെ പോണേ, കൊച്ചെന്തിയെ, കൊച്ചിന് എന്താ പറ്റിയേ, വല്ലതും പറ്റിയോ, ഇതൊക്കെയാണ് ഞാൻ ചോദിക്കണ കുട്ടികളോട്. ഒരു കുഴപ്പമില്ല അമ്മ ഇങ്ങ് വാന്നും പറഞ്ഞ് എന്നെ പാതിരിക്ക് പട്ടപ്പാതിരിക്ക് 2 ഉറക്കം മനുഷ്യർ കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഓട്ടോറിക്ഷ അവിടെ കൊണ്ടുവന്നു, വന്നു എന്നെ വണ്ടി കയറ്റി. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇവര് ഈ വണ്ടി കൊണ്ടുപോകണ ഒരു പന്തി അല്ലാത്ത രീതിയിലാണ്. അത് ഞാൻ പറഞ്ഞു വണ്ടി കൊണ്ടുവന്ന് ഓട്ടോറിക്ഷ തിരിക്കണം മശാനത്തിലേക്ക് തിരിച്ചപ്പോ ഞാൻ ചോദിച്ചു എന്തിനാ നിങ്ങൾ ഈ വണ്ടി എന്നെ ഇങ്ങോട്ട് കയറ്റി കൊണ്ടുപോകണേ ഈ മശാനത്തിലേക്ക്, ഈ പാതിരിക്ക് എന്തിനാണ് ഇങ്ങോട്ടേക്കും എന്നെ, എന്താടി പറ്റി, ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ, എന്താ ആർക്കും എന്താ പറ്റിയേക്കണം, എന്തിനാ മശാനത്തിലേക്ക് വന്നേ എന്ന് ചോദിച്ചപ്പോഴും ഇവള് പറയാനുള്ള മറുപടി. ഞാൻ അവിടെ ചെന്നു, എന്നെ വണ്ടിയിൽ നിന്ന് ഇറക്കി, അതിന്റെ പിന്നാലെ തന്നെ ആംബുലൻസ് വന്നു. അപ്പൊ ആൾക്കാരൊക്കെ ഉണ്ടോ? അപ്പൊ ചേട്ടനും ചേട്ടന്റെ വീട്ടുകാരും എന്റെ ആൾക്കാരും ഒരുപാട് ആൾക്കാരുണ്ട്, ചുറ്റിനും ആൾക്കാരുണ്ട്. ഇവര് വന്ന് ഈ ആംബുലൻസ് ഇറക്കി നിർത്തി, അതിൽ നിന്ന് ഒരു പെട്ടി ഇങ്ങനെ ഇറക്കി എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഈ പെട്ടി ഇറക്കി വെച്ച് തന്നു. അപ്പോഴാണ് എന്റെ മോളെ 3-ാം ദിവസം ഞാൻ കാണുന്നത്. സത്യം പറഞ്ഞ കൊച്ചു മരിച്ചെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു, വിശ്വാസം ഉണ്ടായില്ല. പക്ഷെ കൊച്ചു കുഴപ്പമില്ല, ആശുപത്രിയിലുണ്ടെന്നാണ് ദീപ പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നാണ് എനിക്ക് പിന്നീട് മനസ്സിലായത്. പക്ഷെ കൊച്ചിന്റെ ബോഡി കൊണ്ടുവന്നപ്പോ ഞാനിങ്ങനെ ഇവരടക്കം കൊണ്ടുവന്നപ്പോ ഞാൻ പറഞ്ഞു കൊച്ചിന്റെ അപ്പനും മണ്ണുണ്ട്, കൊച്ചിന് മണ്ണുണ്ട്, നിങ്ങൾ ഇവിടെ കൊണ്ടൊന്നും നടക്കണ്ട എന്റെ കൊച്ചിന് അനാഥപ്രായത്തിന് അടക്കണേ. അതുമില്ല, കൊച്ചു പഠിച്ച ഒരുപാട് കോളേജുകളിൽ അധ്യാപകരും വിദ്യാർത്ഥികളും കൊച്ചിന്റെ കൂടെ പഠിച്ചിട്ടുള്ളവരും സ്റ്റുഡൻറ് അവരുടെ കൂട്ടുകാരും ഒരുപാട് പേരും കൊച്ചിനെ കാണാനുള്ളവരൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പം നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങളിപ്പോൾ ഒന്നും ചെയ്യരുത്, ഇപ്പം എല്ലാ സൗകര്യമുള്ള കാലമല്ലേ, നിങ്ങൾ അതുകൊണ്ട് ഇന്നൊരു രാത്രി നിങ്ങൾ നേരം വെളുക്കുന്നവരെ നിങ്ങളൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയണത് കേൾക്കാതെയാണ് ഇവർ കൊണ്ടുപോയി പച്ച പാതിരയ്ക്ക് ഇവർ ഒരു കന്നാസിൽ എന്തോ സാധനം കൊണ്ട് പറയണ ഒരു മിന്നാട്ട് എനിക്ക് കൊച്ചിനെ കാണിച്ചു തരാൻ വെച്ചു. അപ്പം തന്നെ ഒരു പൊക്കി ഒരു ഇതിൻ്റെ പൊക്കത്ത് കയറ്റി വെച്ചു. ഒരാളുണ്ടെന്ന് കന്നാസിലേക്ക് എന്തോ ഇങ്ങനെ കോരി ഒഴിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കൊച്ചിനെ ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് കൊച്ചിൻ്റെ അച്ഛൻ്റെ ആൾക്കാർ, എൻ്റെ ആൾക്കാർ ഒരുപാട് പേര് നിന്നിട്ട് എൻ്റെ പക്ഷത്ത് നിന്ന് ഒന്ന് ഉച്ചത്തിൽ പറയാൻ, ആ കൊച്ചിനിപ്പം നിങ്ങൾ അടക്കണ്ട എന്ന് പറയാൻ ഒരാളുണ്ടായിരുന്നില്ല എനിക്ക്. ഞാൻ പറഞ്ഞ എൻ്റെ 10 മാസം നൊന്ത് എൻ്റെ പ്രസവിച്ച എൻ്റെ കുട്ടീനെ ഞാൻ പറഞ്ഞ ധിക്കരിച്ചുകൊണ്ട് എൻ്റെ കൊച്ചിനെ പച്ചപ്പാതിരിക്ക് ഇവർക്ക് അടക്കാൻ എന്താ അധികാരം, ആരാ കൊടുത്തിരുന്നേ? എന്തുകൊണ്ടാണ് അങ്ങനെ ആരും ഒന്നും അമ്മയുടെ കൂടെ നിൽക്കാത്തത്? എനിക്കറിയില്ല മോനെ, എനിക്കൊന്നും അറിയില്ല. അമ്മ പറഞ്ഞു വരുമ്പോ നാട്ടുകാരായിട്ട് ഒരു പ്രശ്നമില്ലാത്ത ഒരാളാണ്. ഞാൻ ആരും വീട്ടിൽ പോകാറില്ല, ബന്ധുവിന്റെ വീട്ടിൽ പോകാറില്ല, സ്വന്തക്കാരുടെ വീട്ടിൽ പോകാറില്ല, എന്റെ മറ്റുള്ള ആരും വീട്ടിലും ഒന്നും ആവശ്യമില്ലാതെ ഒരു സ്ഥലങ്ങളിലും ഞാൻ പോകാറില്ല, ഒരു അയലക്കത്തും പോകാറില്ല, ആരായിട്ട് കൂടുതൽ കമ്പനി പിടിക്കാനും പോകാറില്ല, ഒന്നിനും പോകാറില്ല. കൊച്ചു പഠിക്കാൻ പോകുന്നു, ഞാൻ ജോലിക്ക് പോകണു, ഞങ്ങൾ വരും. അങ്ങനെ ദീപ പോയി പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഇച്ചിരി ടെൻഷൻ കൂടുതലായി. ഈ സംഭവത്തിൽ ഉൾപ്പെട്ട ആ പ്രതി എന്ന് പറയുന്ന ആളെ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു പ്രതിയെ പിടിക്കുമ്പോ ഏത് പ്രതി ആയാലും എവിടെ നിന്ന് കിട്ടുകയാണെങ്കിലും അവനെ എന്നെ കാണിച്ചെന്നെ ആദ്യം എന്നെ കാണിച്ചെന്നിട്ട് അവിടെ നിന്ന് മാറ്റി കൊണ്ടുപോകാവുള്ളൂ. അപ്പൊ എന്റെ കണക്കൂട്ടൽ എന്താന്ന് വെച്ചാൽ ഈ കൊണ്ടുവന്ന പ്രതിനെ എനിക്ക് കാണിച്ചു തരാൻ കൊണ്ടുപോകുമ്പോൾ കുറെ മെഴുകുതിരി കത്തിച്ച് അവന്റെ മേത്ത് ശരീരത്തിൽ ഒഴിച്ച് എന്റെ ഒരു കത്തി അറിയാതെ ഒരു പേന കത്തി മേടിച്ച് അവനെ വലിച്ചു കീറി അവനെ കൊണ്ട് സത്യം പറയിപ്പിക്കണം എന്നോർത്താണ് ഞാൻ കരുതിക്കൂട്ടി നിന്ന്. പക്ഷെ എനിക്ക് ഇതൊന്നും അവിടെ സാധിക്കില്ല. പോലീസ് ഞങ്ങളെ വളഞ്ഞ് എന്നെ ഇവരും രണ്ട് സ്ഥലത്ത് നീക്കി നിർത്തി പിടിച്ച് ബലത്തിൽ ഇങ്ങനെ നിൽക്കണം. അപ്പൊ സാറന്മാര് ചോദിച്ചു ഇവനെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തി, മോനെ നിർത്തണോ അല്ല ഇങ്ങനെ നീക്കി നിർത്തിയിട്ട് ചോദിച്ചു, എടാ നീ ആ ചേച്ചീനെ അറിയുമെന്ന് ചോദിച്ചു. അപ്പൊ ചോദിച്ചപ്പോ ഇവനില്ലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സാറന്മാരോട് ചോദിച്ചു എന്താ അവൻ പറഞ്ഞേന്ന് ചോദിച്ചു. അവൻ അറിയില്ല എന്നാണോ പറഞ്ഞേന്നാണോ പറയണേന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ നേരത്തെ സ്ഥിരതാമസക്കാരനാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എന്നെ അറിയില്ല എന്ന് പറഞ്ഞത്? അവര് കള്ളം പറഞ്ഞായിരിക്കും അല്ലേ? അപ്പൊ എന്നെ ഇവനെ അറിയില്ല എന്ന് പറഞ്ഞു പോലീസുകാരൻ മുമ്പിൽ. എന്നെ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു നീ എന്തിനാണ് എന്റെ കൊച്ചിനെ കൊന്നേന്ന് ചോദിച്ചു.
അപ്പൊ അവനൊന്നും മിണ്ടല്ല, എന്താണ്ടൊക്കെ ഹിന്ദിയിൽ ഇവൻ പറഞ്ഞു. പക്ഷെ അവന് പച്ച മലയാളം അറിയാം. 10 വർഷം ഇവിടെ പെരുമ്പാവൂര് വന്നിട്ട് 9 മുറി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകാൻ താമസാറണമെന്നാണ് പറയണത്. അപ്പൊ ഈ കളമ്പാടം മറിയാമ്മയും വീടിന്റെ ബാക്കി കിടക്കുന്ന കുട്ടനും ഇവരൊക്കെയാണ് പറയണത്, എന്നെയും മോളെയും കൊല്ലും, അമ്മേനെയും മോളെയും കൊല്ലണം, എത്രയും വേഗം ഇവിടുന്ന് മാറണം എന്ന് പറഞ്ഞിട്ടുണ്ടാക്കണം. ഇപ്പൊ എല്ലാം കഴിഞ്ഞ് ഇപ്പൊ മൂത്ത മോള് ഇപ്പൊ ഗവൺമെന്റ് വന്ന വീട്ടിലാണ് താമസിക്കുന്നത്. മൂത്ത മോളും ഗവൺമെന്റ് എന്നെ നോക്കാൻ പറഞ്ഞുകൊണ്ട് അന്ന് ആക്കിയതാ. പക്ഷെ അവർക്ക് അറിയില്ല ഇവൾക്ക് ഇങ്ങനെ സുഖമില്ലാത്ത ഒരു സംഭവം, പെട്ടെന്ന് വയലന്റ് ആവുക പ്രശ്നങ്ങളൊന്നും. അസുഖം ഉള്ളതുകൊണ്ടാണ് അമ്മ ഒരു പ്രശ്നമില്ലായിരിക്കും വീട്ടിലേക്ക് പോകുന്നത്. അവളെപ്പോഴും എനിക്കൊന്നും തൊടാൻ വെള്ളം പിടിക്കണം, അവളെ പ്രശ്നക്കാണ്. അവളെ ഒച്ച മേളം ഉണ്ടാക്കുമ്പോ നമുക്ക് അയൽക്കത്ത് കേൾക്കണ ഇഷ്ടമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ ഒഴിഞ്ഞു മാറി. കാരണം ദൂരെ നിന്നാലും ഒരു മകളുണ്ടെന്ന് പറയാം, അവർക്ക് വേണ്ടെങ്കിലും നമുക്ക് കാണാലോ എന്നൊക്കെ ഓർത്തട്ടാ. ആരാണ് അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ഇതിനൊക്കെ? ഇപ്പൊ എനിക്ക് ആരും സപ്പോർട്ടൊന്നുമില്ല. എനിക്കുള്ള എന്റെ സപ്പോർട്ട് ദൈവം മാത്രം. ശരിയമ്മ, ഞാൻ ആരെ ഇതിനകത്ത് പഴിക്കാൻ പറ്റില്ല. എന്തായാലും അമ്മ വിചാരിക്കുന്ന പോലെ ആ ഒരു നീതി നടപ്പാക്കട്ടെ. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസത്തിലൊക്കെ ഞാൻ ജീവിക്കണേ. എനിക്കിവിടെ ജനങ്ങൾ ജീവിക്കാൻ തന്ന പണാണ്, സർക്കാർ തന്ന വീടെന്നാണ് ഇവിടെ പറയുന്നത് പുലയക്കുട്ടിക്ക്. ഈ സർക്കാർ തന്ന വീട് ഇവര് ലക്ഷങ്ങൾ കണക്കാണ് എമൗണ്ട് പറയണേ. ആ എമൗണ്ട് പറഞ്ഞെങ്കിൽ 2 കുഞ്ഞു മുറിന്റെ ഒരു കുഞ്ഞു അടക്കളയും ഒരു കുഞ്ഞു ബാത്റൂമും പണിത. ബാത്റൂമൊക്കെ പൊട്ടി പൊളിഞ്ഞു പോയി, വാർക്കയുടെ മുളൊക്കെ പൊളിഞ്ഞ് വീടിന്റെ ഉള്ളൊക്കെ വിള്ളലൊക്കെ വീണ് കഷ്ണമായിട്ടൊക്കെ പൊട്ടി പൊളിഞ്ഞ് തവിട് പൊടിയായിക്കൊണ്ടിരിക്കണ്. അത് നിങ്ങളും ഇതിന് മുകളിലുള്ളവരും ഈ വീട് വന്ന് കാണേണ്ടത് തന്നെയാ. അപ്പൊ ഇങ്ങനെയൊക്കെ പൊട്ടി പൊളിഞ്ഞ് വീടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് എനിക്ക് പുറത്തുനിന്ന് പൊതുജനങ്ങള് ഇവിടെ പുറത്ത് എല്ലാ ജനങ്ങളും അറിയപ്പെടുന്ന 3-4 കോടി തലമുറകൾക്ക് ഇവിടെ ജീവിക്കാൻ കോടികൾ വന്നു എന്നാണ് പണം. അല്ലെ, എല്ലാവരും കേൾക്കുന്നത് അറിയപ്പെടുന്ന അങ്ങനെ. പിന്നെ അന്ന് ജയറാമും സുരേഷ് ഗോപിയും കാണാൻ വന്നു. സുരേഷ് ഗോപി എനിക്ക് പൈസ തന്നൂല്ലെന്നൊന്നും എനിക്കറിയില്ല. ഒരു കമ്പിളി ഉണ്ടെന്ന് എന്നെ പുറപ്പിച്ചിട്ട് ഇനി എന്നെ കാണാൻ വരും എന്നാണ് പറഞ്ഞത്. പിന്നെ സുരേഷ് ഗോപി അന്ന് നല്ല ചൂടായ സമയമായതുകൊണ്ട് അവിടെ ഒരു AC പിടിപ്പിക്കാന്ന് പറഞ്ഞു. സുരേഷ് ഗോപി ഒരു AC, അതൊന്നും ഞാൻ അഴിച്ചു കൊണ്ടുവന്നിട്ടുള്ള ആശുപത്രി തന്നെയാണ്. പിന്നെ ജയറാം എന്നെ കാണാൻ വന്നത് കൊച്ചു മരിച്ച അന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് സുരേഷ് ഗോപിയും ജയറാമും ഒക്കെ വന്നത്. അപ്പൊ ജയറാമും സംവിധായകന്മാരും കൂടി വന്നവർ എനിക്ക് 2 ലക്ഷത്തിന്റെ ചെക്ക് തന്നു. ഈ ചെക്കും ഞാൻ രാജമാണിക്യ സാറ് ഇവിടുന്ന് സ്ഥലം മാറ്റാണെന്ന് എന്നെ കണ്ട് പറയാൻ വേണ്ടി സാറ് യാത്ര ചോദിക്കാനായിട്ട് ആശുപത്രിയിൽ എന്റെ അടുത്ത് വന്നു. എന്റെ അടുത്ത് വന്നപ്പോൾ എനിക്ക് ചുറ്റും പോലീസ് ഉണ്ട് ആശുപത്രിക്കകത്ത്, മോളും ഉണ്ട്. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞപ്പോ മോക്കടെ കൊച്ചു. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും സാറേ, എനിക്കിപ്പോ എന്റെ തലയിൽ എന്റെ കൊച്ചാ വലുത്, കാശിന്റെ ഇതൊന്നും എനിക്ക് എന്റെ തലയിൽ നിൽക്കൂല. അങ്ങനെയാണ് ഈ 2 ലക്ഷത്തിന്റെ ചെക്കും സാറ് സൂക്ഷിച്ചോ, എനിക്ക് ആവശ്യം വരുമ്പോ കളക്ടറിനാണ് മറ്റുള്ള കാശിന്റെ കാര്യങ്ങളൊക്കെ വീട് പണിത് തന്നതൊക്കെ സാറാണ്. അപ്പൊ സാറ് ചോദിച്ചത് ഇപ്പൊ ചേച്ചിക്ക് കാശിന്റെ ആവശ്യമില്ലല്ലോ, സാറ് ഇങ്ങോട്ട് ചോദിച്ച ചോദ്യമാണ് കളക്ടർ രാജമാൻ. ഇപ്പൊ ചേച്ചിക്ക് കാശിന്റെ ആവശ്യമില്ലല്ലോ, 10 കൊല്ലം കഴിഞ്ഞിട്ട് പോരെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഇപ്പൊ തന്നെ എനിക്ക് പകുതി പ്രായമായി, അപ്പൊ ഇനി എനിക്ക് ഒന്നും മേടിച്ച് കഴിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ പൈസ തരാനാണോ ഉദ്ദേശിക്കുന്നത്, അതോ നിങ്ങൾ വേറെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇത് ജയറാം തന്നെ 2 ലക്ഷമാണ്, മറ്റുള്ള കാശിന്റെ കൂടുതൽ ഈ കാശ് സൂക്ഷിച്ച, പക്ഷെ എനിക്ക് ആവശ്യപ്പെടുമ്പോ ചോദിക്കുമ്പോ സാർ ഈ കാശ് എനിക്ക് അയച്ചു തന്നെ, എനിക്ക് വേണ്ടി ഞാൻ ജീവിച്ചോട്ടെ എന്ന് ഓർത്ത് ജനങ്ങൾ എന്റെ ബുദ്ധിമുട്ടും എന്റെ കുഞ്ഞിന്റെ വിഷമം അറിഞ്ഞ് എനിക്ക് ജീവിക്കാൻ വേണ്ടി ഇവിടെ കുറച്ച് പണങ്ങൾ ആളുകൾ അയച്ചിട്ടുണ്ട്. ഇവിടെ നേരെ തിരിച്ചു പറയുന്നുണ്ട് ജനങ്ങള് സർക്കാർ പണിത് തന്ന വീടെന്ന് പറയണു. അപ്പൊ ഈ വീടിന് വേണ്ടി ലക്ഷങ്ങൾ പൈസ ഇവിടെ പറയുമ്പോൾ എനിക്ക് പേടിയായി പോയി. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ കാക്കനാട് കളക്ടറേറ്റിൽ പോയി വിവരാവകാശം ചോദിച്ചു. ഈ വിവരാവകാശം ചോദിച്ചു കഴിഞ്ഞപ്പോ അപ്പൊ ജൂനിയർ സാധാരണ ഒരു മുന്തിയ കളക്ടറാണ് നമുക്ക് ആ പേപ്പർ തയ്യാറാക്കി തന്നെ. ഇത് ജൂനിയറെ കൊണ്ട് ആ പേപ്പർ തയ്യാറാക്കിയിട്ട് ഇതിനകത്ത് കൊടുത്തിരിക്കണു, താങ്കളുടെയും കളക്ടറിന്റെയും പേരിലുള്ള ജോയിന്റ് അക്കൗണ്ടിൽ നിന്ന് പണം എടുത്താണ് വീട് പണിതേ. അപ്പൊ ഇവിടെ സർക്കാർ ഇവിടെ വീട് പണിതേ? ഓ ശരിക്കും സർക്കാർ എന്ന വീടാണ്. പക്ഷെ ഇവര് പറയുന്ന റിപ്പോർട്ടിൽ ഇവരിപ്പോ ഇങ്ങനെയും തിരിച്ചു പറയുന്നുണ്ട്. ഇത് രണ്ടും പറയുന്നുണ്ട്. സർക്കാർ പണിത് തന്ന വീടെന്ന് പറയുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞ നരേന്ദ്രമോദി മോളിലേക്കുള്ള മന്ത്രി നരേന്ദ്രമോദി അറിയേണ്ട കാര്യമാണ്. ഇതിന് ശക്തമായി ഇതിന്റെ തെളിവുകളും അന്വേഷണങ്ങളും നടപടികളും കണ്ടെത്തുകയും എൻ്റെ കൊച്ചിനെ കൊന്ന പ്രതിനെ എത്രയും വേഗം കൊന്നു കളയുകയും ചെയ്യണം. അതിനുവേണ്ടി നരേന്ദ്രമോദി അറിഞ്ഞ് മന്ത്രി, ഞങ്ങളെ ഈ ലോക രാജ്യം ഞങ്ങളെ ജനങ്ങളെ ഭരിച്ച് സംരക്ഷിക്കുന്ന മന്ത്രി ഇതിന് നടപടി എടുക്കണം. പണ്ട് നമ്മുടെ മഹാത്മാരാജ ഗാന്ധിജി ജയിലിൽ കിടന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യദിനം നേടിയെടുക്കാൻ വേണ്ടി എല്ലാ ജനങ്ങൾക്കും നല്ല രീതിയിൽ ഇപ്പൊ ഈ ആളുകളൊക്കെ ജീവിക്കുന്നത് അത് നമ്മുടെ ഗാന്ധിജി ഒത്തിരി കഷ്ടപ്പെട്ട് ഒത്തിരി വേദനകളൊക്കെ തിന്ന് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയാണ് നമ്മളൊക്കെ ഇവിടെ ജീവിച്ചിരുന്നത്.
അന്ന് ഗാന്ധിജി പറഞ്ഞ ഒരു നടപടിയൊന്നും ഇവിടെ ആരും ചെയ്യുന്നൊന്നുമില്ല. ചെയ്യുന്നുണ്ടോ? അന്ന് ഗാന്ധിജി ഭരിച്ച് അന്ന് ഇവിടെ ഉണ്ടാക്കിയ നല്ലൊരു നടപടികളൊന്നും അല്ല. ഇവിടെ ഇപ്പോഴും കൊലപാതകങ്ങളും എല്ലാ കുറ്റകൃത്യങ്ങളാണ് നമ്മുടെ ഇന്ത്യ കേരളത്തിനകത്ത് അധികവും ഇവിടെ നടന്നു വരുന്നത്. പക്ഷെ എനിക്കിവിടെ പറയാനുള്ളത്, എനിക്ക് 3-4 തലമുറകൾ ജീവിക്കാൻ ഇവിടെ കോടികൾ വന്നു എന്നാണ് പറയുന്നത്. ഇത് നരേന്ദ്രമോദി കേൾക്കേണ്ട കാര്യം തന്നെയാണ്. മന്ത്രി കേൾക്കാനും മന്ത്രി അറിയാൻ എത്തിക്കണം വേണ്ടിയിട്ടാണ് ഞാൻ ഇതിപ്പോ ഇവിടെ പറയണത്. എന്റെ കൊച്ചിനെ കൊന്നിട്ട് എനിക്ക് വേണ്ടി ജീവിക്കാൻ തന്ന പണം, ഈ പൈസ, ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കണക്കും കാര്യങ്ങളും, വീട് പണിതിന് എത്ര രൂപ ചെലവായെന്നും എത്ര രൂപ ഇവർ ചെലവാക്കിയിട്ടുണ്ടെന്നും എത്ര രൂപ ജനങ്ങളുടെ കയ്യിൽ നിന്ന് വന്ന് വീണ പണങ്ങളും, ഇതിന്റെ ശരിയായ കണക്കും കാര്യങ്ങളും നരേന്ദ്രമോദി ഈ ലോക ജനങ്ങളൊക്കെ ഈ പൈസ എന്തെന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാ ജനങ്ങൾക്കും ഇത് കേൾക്കണം, ഇതിന്റെ സത്യാവസ്ഥകൾ അറിയുകയും ചെയ്യണം. പിന്നെ എനിക്ക് ജീവിക്കാൻ അതിനകത്തുനിന്ന് എനിക്ക് പണം വേണം. എന്റെ അർഹതപ്പെട്ട പണം എനിക്ക് ജീവിക്കാൻ വേണം. അത് നരേന്ദ്രമോദി എങ്ങനെയായാലും ഇത് എനിക്ക് സാധിച്ചു തന്നേ പറ്റൂ. ഞാൻ അത്രയും കഷ്ടത്തിൽ അവിടെ ജീവിക്കണേ. എന്നെ അന്വേഷിച്ച് വരാം. ഞാൻ എറണാകുളം മറൈൻ ഡ്രൈവില് കുട്ടികൾക്ക് ഇട്ടാപ്പൊട്ടി എന്ന് പറയുന്ന സാധനം വിറ്റുകൊണ്ടിരിക്കുകയാണ്. അത് നരേന്ദ്രമോദി അറിഞ്ഞിരിക്കണം. ഓക്കെ അമ്മ. അപ്പോൾ എന്തായാലും ഇതെല്ലാം അറിയപ്പെട്ടവരുടെ അടുത്ത് എത്തട്ടെ. എന്തായാലും അമ്മയുടെ ഈ വിഷമത്തിൽ എല്ലാവരും നമ്മളും പങ്കുചേരുന്നുണ്ട്. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവങ്ങളാണ് നടന്നിരിക്കുന്നത്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങളിൽ അമ്മയും പെട്ടുപോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സത്യം എന്നും എന്താ പറയുക, എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരു ദിവസം ഒരു മറ നീക്കി പുറത്തു വരുന്ന പോലെ ഇതിനമ്മയ്ക്ക് ആവശ്യമായിട്ടുള്ള നീതി എന്തായാലും ലഭിക്കട്ടെ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടാവും കേട്ടോ. നരേന്ദ്രമോദിക്ക് എത്തും. അത് എന്തായാലും അറിയപ്പെട്ടവരെല്ലാവരും ഇത് കാണേണ്ടവര് കാണട്ടെ. ശരി അമ്മ, ശരി. അപ്പൊ എന്തായാലും അത് എത്തിക്കട്ടെ. ഇത് എന്തായാലും ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ഈ അമ്മ പറയുന്ന വാക്കുകൾ കേൾക്കട്ടെ. അപ്പൊ എന്തായാലും അമ്മ ആരോപണങ്ങൾ നമുക്ക് ഓരോ ഈ ലോകത്തിൽ നിന്ന് ഒരുപാട് ഇനി അമ്മയും പെങ്ങാഞ്ഞും കുഞ്ഞുങ്ങളും വയസ്സായ അമ്മമാരും ചെറുപ്പക്കാരമ്മമാരും എല്ലാവരും ഉണ്ട്. ഞങ്ങൾക്ക് ഇവിടെ മനസമാധാനം ഇല്ല. നമ്മുടെ ഇന്ത്യ കേരളത്തിനകത്ത് പെണ്ണുങ്ങൾക്ക് ജീവിക്കാൻ. കാരണം കൊലപാതകങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ എല്ലാ അമ്മമാർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങളെല്ലാ ആളുകളും എല്ലാവരും അറിയണം എന്തൊക്കെ തെറ്റാണ്, എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്. എൻ്റെ കൊച്ചിനെ കൊന്ന ഒരുപാട് മറകൾ പിടിച്ചിട്ടുണ്ട്. ആ മറ എന്താണെന്നുള്ളത് നമ്മുടെ നരേന്ദ്രമോദി തന്നെ ഇതിന്റെ സത്യം വെളിച്ചത്ത് പുറത്ത് കൊണ്ടുവരണം.